ആക്ഷേപിച്ചവർ പാർട്ടിയിൽ തുടരുന്നത് തന്റെ ദയാദാക്ഷിണ്യത്തിലാണെന്ന പരാമർശം തിരുത്തി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രണ്ട് നേതാക്കൾ പാർട്ടിയിൽ തുടരുന്നത് സംസ്ഥാന കൌൺസിലിന്റെ ദയയിലാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ തിരുത്ത്. സംസ്ഥാന കൌൺസിൽ ആയിരുന്നു തിരുത്തണമെന്ന ആവശ്യം ഉയർന്നതും ബിനോയ് വിശ്വം തിരുത്തിയതും. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. ഈ പ്രയോഗത്തിൽ വരുത്തിയ മാറ്റം കൊണ്ട് പരാമർശം കൊണ്ടുണ്ടായ കളങ്കം മാറുമെന്ന്, അതിന് പര്യാപ്തമാണെന്ന് പാർട്ടി കരുതുന്നു? ഇന്നലെ നടന്ന CPI സംസ്ഥാന കൗൺസിലിലെ ചർച്ചയിൽ VP ഉണ്ണികൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ കമലാ സദാനന്ദനും KM ദിനകരനും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്ന വിവരം ഉന്നയിച്ചത്. ഈ വിഷയം VP ഉണ്ണികൃഷ്ണൻ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടു. ഇക്കാര്യം ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചതാണ്. അവർ രണ്ടുപേരും ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നത്, അതായത് ആക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനും KM ദിനകരനും പാർട്ടിയിൽ തുടരുന്നത് തൻ്റെ ദയാദാക്ഷിണ്യത്തിലായിരുന്നു എന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ ആദ്യ പരാമർശം. എന്നാൽ ഈ പരാമർശത്തിൽ സംസ്ഥാന കൗൺസിലിലെ രണ്ട് നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു പരാമർശം പാടില്ല എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. ഇതോടുകൂടി ബിനോയ് വിശ്വം തൻ്റെ ആദ്യ പരാമർശം തിരുത്തി. അത് സ്റ്റേറ്റ് കൗൺസിലിലെ ദയാദാക്ഷിണ്യത്തിലാണ് രണ്ട് നേതാക്കളും തുടരുന്നതെന്നാണ് തിരുത്തിയത്. വ്യക്തിപരമായ ദയാദാക്ഷിണ്യം എന്ന വാചകം അദ്ദേഹം തിരുത്തി. എന്നാൽ ഈ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ മോശമായ പരാമർശം നടത്തി അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സംഭവം പാർട്ടിക്കാകെ നാണക്കേടാണ്. ഈ രണ്ട് നേതാക്കളും CPIയിൽ നിന്നല്ല ഒരു പാർട്ടിയിലും ഇരിക്കാൻ യോഗ്യരല്ല. പാർട്ടിയുടെ വിശാല മനസ്കതയും ദാക്ഷിണ്യവും കൊണ്ടാണ് അവർ ഇപ്പോഴും ഈ കമ്മിറ്റികളിൽ ഇരിക്കുന്നതെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പരാമർശം. ക്രിസ്റ്റീന.